ഇവിടെ വന്നു സെക്കൻഡ് ഡേ തന്നെ ഞാൻ തന്നെ അറിഞ്ഞില്ല ഞാൻ കാലം നിലത്ത് വെച്ചത്. അത്ര വലിയൊരു അത്ഭുതമായിരുന്നു. കുറേ വർഷങ്ങളായി എൻ്റെ കല്ലിൻ്റെ പേരിൽ ഇങ്ങനെ വളഞ്ഞിരുന്നു. ആ വളഞ്ഞ കല്ല് ഉടനെ ഫസ്റ്റ് ദിവസം ഉള്ളു. രണ്ടാമത്തെ ദിവസം എൻ്റെ പല്ലുകളടക്കി പൊക്കളയും ആ പൊല്ലൊക്കെയും കുറച്ച് വായിരിക്കണം. എനിക്ക് അവിടെ കഴിഞ്ഞാൽ ഇവിടേക്ക് കാണാൻ ബുദ്ധിമുട്ടായിരുന്നു കണ്ണട ഇട്ടിട്ടും. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടേക്ക് ക്ലിയറായി കാണാൻ പറ്റുന്നുണ്ട്. 29 വർഷമായിട്ട് കണ്ണട വെക്കാറുണ്ട്. ഇപ്പം 5 ദിവസമായിട്ട് കണ്ണട വെക്കുന്നില്ല. പകരം എനിക്കെല്ലാം കാണാനും കഴിയുന്നുണ്ട്. ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ കണ്ണട ഉരിച്ചു. ഇപ്പം എനിക്ക് ദൂരേക്ക് ഇറങ്ങുന്നതിനും ഇങ്ങനെ നടക്കുന്നതിനും ഒരു കുഴപ്പമില്ല. വരുമ്പോൾ എൻ്റെ ബുദ്ധിമുട്ടുകൾ, എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പാദം നേരെ ചവിട്ടാൻ പറ്റത്തില്ല. 1 മണിക്കൂറൊക്കെ എടുക്കും അതൊന്ന് നേരെ ആവാനായിട്ട്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ അവസ്ഥ. അപ്പോൾ ഇവിടെ വന്നു സെക്കൻഡ് ഡേ തന്നെ ഞാൻ തന്നെ അറിഞ്ഞില്ല ഞാൻ കാലം നിലത്ത് വെച്ചത്. അത്ര വലിയൊരു അത്ഭുതമായിരുന്നു. എൻ്റെ അടുത്ത വലിയൊരു ഇഷ്യൂ ആണ് മൈഗ്രെയിൻ ആണ്. അത് ഗ്യാസ്ട്രൈറ്റീസിൽ നിന്നാണ് എപ്പോഴും ഉണ്ടാവുന്നത് എനിക്ക്. അപ്പം വലിയ തോതിൽ ഗ്യാസ് ഇവിടെ വന്നതിന് ശേഷവും ഫുഡ് പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നെങ്കിലും എനിക്ക് മൈഗ്രെയിൻ ആയില്ല. അതും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ മുട്ട് കുത്താൻ പറ്റാറില്ല. ഞാൻ ഇങ്ങനെ വണങ്ങത്തതേ ഉള്ളൂ. മുട്ടിന് അത്ര പ്രശ്നമായിരുന്നു. ഇന്ന് ഞാൻ പള്ളിയിൽ പോയി വണങ്ങാൻ പറ്റി. അതും വലിയൊരു സന്തോഷം. എനിക്കിവിടെ വരുമ്പോൾ പ്രഷർ, ഷുഗർ, BP എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ 29 വർഷമായിട്ട് കണ്ണട വെക്കാറുണ്ട്. ഇപ്പം 5 ദിവസമായിട്ട് കണ്ണട വെക്കുന്നില്ല. പകരം എനിക്കെല്ലാം കാണാനും കഴിയുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ കാലുവേദന ഉണ്ടായിരുന്നു, മുട്ടുവേദന, കൈവേദന, ഇതെല്ലാം ഫസ്റ്റ് ഡേ തന്നെ പോയി. 5 ദിവസമായിട്ട് മരുന്ന് കഴിച്ചിട്ടില്ല. ഒന്നിനും ഒരു ഉന്മേഷക്കുറവുമില്ല. പഴയതിലും നല്ല ഉന്മേഷത്തോടെ എല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ട്. എനിക്ക് ഗ്യാസിൻ്റെ വല്ലാത്ത ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിന് നല്ല സമാധാനമുണ്ട്. എന്താണ് ചിക്കൻ കഴിച്ചാലും മുട്ട കഴിച്ചാലും ഒക്കെ ഭയങ്കര പ്രയാസമായിരുന്നു, വയറ് വീർക്കലും അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ വന്നിട്ട് അതൊക്കെ കഴിച്ചു. പക്ഷേ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതുകൂടാതെ കണ്ണട 3 വർഷമായിട്ട് കണ്ണിനൊരു വായിക്കാൻ മാത്രമേ ഞാൻ കണ്ണട ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു 3 വർഷം മുമ്പ് കണ്ണിന് വല്ലാത്തൊരു അടയൽ പോലെ, തുറക്കാൻ വല്ലാത്തൊരു പ്രയാസം, അങ്ങനെ ആയത് കാരണം കണ്ണട സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കണ്ണട വെച്ചതിന് ശേഷം എനിക്ക് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇത് കേട്ടപ്പോൾ ഇവിടെ വന്നൊന്ന് അത് മാറ്റുകയാണെങ്കിൽ കണ്ണട ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വന്ന ചൊവ്വാഴ്ച മുതൽ ഞാൻ കണ്ണട വെച്ചിട്ടില്ല. എനിക്ക് കണ്ണിന് അത്ര പ്രയാസമൊന്നുമില്ല. കണ്ണടയെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഉപയോഗിക്കുന്നത് ഇപ്പോൾ 4 ദിവസമായിട്ട് തീരെ ഉപയോഗിക്കുന്നില്ല. അവൻ ചെറുപ്പം മുതൽ 8 വർഷമായിട്ട് കണ്ണട ഉപയോഗിക്കുന്നതാണ്. അവനും കൂടി പറയാനുണ്ട്. ഞാൻ 8 കൊല്ലമായി കണ്ണട യൂസ് ചെയ്യുന്നത്. ഇവിടെ വന്നതിന് ശേഷം 4 ദിവസമായിട്ട് ഞാൻ കണ്ണട യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എനിക്ക് അവിടെ കഴിഞ്ഞാൽ ഇവിടേക്ക് കാണാൻ ബുദ്ധിമുട്ടായിരുന്നു കണ്ണട ഇട്ടിട്ടും. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടേക്ക് ക്ലിയറായി കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ആദ്യം കണ്ണിൻ്റെ തന്നെ പറയാം. ഞാൻ 35 വർഷമായി കണ്ണട ഉപയോഗിച്ചിരുന്ന ഒരാളായിരുന്നു. എനിക്ക് ദൂരകാഴ്ചയൊന്നും ഇല്ലായിരുന്നത്. പിന്നെ ആ ദൂരകാഴ്ചയും പിന്നെ അടുത്തടുത്ത് മങ്ങി വരൽ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഇവിടെ വന്ന് ഞാനിപ്പോൾ ആദ്യ ഒരാഴ്ച ഗ്യാപ്പിട്ട് രണ്ടാമത് വന്നതാണ്. അപ്പോൾ ആ ആദ്യത്തെ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ കണ്ണട ഉരിച്ചു. ഇപ്പം എനിക്ക് ദൂരേക്ക് ഇറങ്ങുന്നതിനും ഇങ്ങനെ നടക്കുന്നതിനും ഒരു കുഴപ്പമില്ല. അതുവരെ ഒരു മങ്ങൽ പോലെ ഇനി കണ്ണട എൻ്റെ ഒരു കൂടപ്പുറപ്പായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു സംഭവം ഇനി. ഇപ്പം ഏതായാലും കണ്ണട ഇല്ല, അടുത്തതുണ്ട്, ദൂരത്ത് തെളിഞ്ഞു വരുന്നുണ്ട്. പിന്നെ എനിക്കുള്ള ഷുഗർ പലജാതി പ്രശ്നങ്ങളുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് പെരടി വേദന ആയിട്ട് ഞാൻ എങ്ങനെ ഇവിടെ ഇരിക്കുക എന്നുള്ള ഒരു രീതിയിലേനി. അപ്പോൾ സാറ് ഡെമോ കാണിച്ചു. അങ്ങനെ അതിൽ തന്നെ എനിക്ക് പെരടി വേദന ശരിയായി മാറി കിട്ടി. അത് പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഷുഗർ 6 ഗുളിക കഴിച്ചിരുന്നു. പിന്നെ 40 ഇൻസുലിനും വെച്ചിരുന്നു. അപ്പം ഞങ്ങൾ തീരുമാനിച്ച് ഇനിയിപ്പോൾ ഗുളിക വേണ്ട. ആദ്യത്തെ ദിവസം തന്നെ ഗുളിക നിർത്തി. ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും എനിക്ക് അതിനെ പറ്റിയുള്ള ഒരു ഇതും എനിക്കില്ല. ഇപ്പോൾ ഗുളികയും എല്ലാം നിർത്തി നിൽക്കുകയാണ്. ഇപ്പോൾ വളരെ റാഹത്താണ്.